2018 മോഡൽ 2 ഇയർ വാറണ്ടി 1 ഇയർ റോഡ് സൈഡ് എക്സ്റ്റൻഡ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഒരു പ്രീമിയം കാറ്റഗറി ലെവലിലേക്ക് ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് ഈ സിറ്റി എന്ന് പറയുന്നത്. വണ്ടി മൊത്തത്തിൽ നല്ല റേറ്റ് ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, സീലും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹൈലൈൻ പോളോ പെട്രോൾ ആണ്. പറഞ്ഞോളൂ. ഹൈലൈൻ തന്നെ അല്ലേ, വെറുതെ ഹായ്. അങ്ങനെ നമ്മൾ വീണ്ടും കാർ സോൺ കാർ ആൻഡ് ബൈക്കിൽ വന്നിരിക്കുകയാണ്. കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കൽ ലൊക്കേഷൻ വരുന്ന കാർ സോണിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് വൈശാഖാണ് നമ്മുടെ കൂടെ. എന്താ സ്ഥിരം നമ്മുടെ ചെറുവണ്ടികളുടെ സ്റ്റോക്ക് തന്നെയാണ്? അല്ല, നമുക്ക് മിക്സ് ആണ്, ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാസം ലാസ്റ്റ് അതിനെ കൊണ്ട് ചെറിയൊരു ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ 31-ാം തീയതി അല്ലെങ്കിൽ ഒരു 5-ാം തീയതി ഉള്ളിലേക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അതായത് അടുത്ത മാസം 5-ാം തീയതിൻ്റെ ഉള്ളിൽ നമുക്ക് 10,000 രൂപ മുതൽ 25,000 രൂപ വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അത് നമ്മുടെ റിപ്പബ്ലിക് ഡേന്റെ ഓഫറായിട്ട് വെച്ചതാണ്. പിന്നെ അത് കൂടാതെ വെർത്ത് എന്ന് പറഞ്ഞ കമ്പനീന്റെ പോളിസിംഗ് ഉണ്ടാവും ഒരു 10,000 രൂപയുടെ. ഇതാണ് ഈ ഒരു മന്ത് ലാസ്റ്റിലേക്ക് നമ്മളെ സ്കീമായിട്ട് വരുന്നത്. ഓക്കെ. 25,000 വരെ 10 to 25,000 വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓരോ കാറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ല. ഓക്കെ. അപ്പോൾ പ്രത്യേകത 2 വർഷം വാറണ്ടി, RSA എല്ലാം ലഭിക്കുന്ന കാറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേറെ പേടിക്കൊന്നും വേണ്ട, വന്ന് എടുത്തുകൊണ്ട് പോവാം. ധൈര്യമായിട്ട് എടുക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോ അത്രയും എല്ലാ മാസവും ഒരു 3-4 എപ്പിസോഡ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും നമ്മൾ വാറണ്ടി പറയുന്നതാണ്. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വെസ്റ്റിൽ അത്താണിക്കൽ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ. നമ്മുടെ ആദ്യ വാഹനമാണ് ബലേനോ KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വണ്ടി. ബലേനോ വരുന്നത് മാനുവലല്ല, ഓട്ടോമാറ്റിക് ആട്ടോ. ഏതാ മോഡൽ? 2019 ഫുൾ ഓപ്ഷൻ വണ്ടി, ആൽഫ വണ്ടി. CVT ഗിയർബോക്സ്. ഇപ്പോൾ ഇറങ്ങുന്നതിൽ AMT മോഡൽ 2022 മുതൽ ഇറങ്ങിയ വണ്ടികൾ AMT മോഡലിലേക്ക് വന്ന് ചെറിയ ഫീച്ചേഴ്സൊക്കെ മാറ്റം വന്ന്, എയർ ബാഗ് കാര്യങ്ങളിലൊക്കെ പുതിയ മാറ്റം വന്ന്, ഇത് ഓൾഡ് ഷേപ്പിലാണ് വരുന്നത്. നിർത്തുന്നതിന് തൊട്ട് മുന്നേറ്റുള്ള ഗില്ല് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 23,000 കിലോമീറ്ററാണ് ഉള്ളി. ആ ടൈമിൽ ഇറങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാമറ, സീറ്റ് കവർ, അലോവിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ. പിന്നെ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് CVT ഗിയർ ബോക്സ് ആയിരിക്കും. നമ്മളെ ഗിയർ ലാഗിങ്, കേരളത്തിന് മുകളിൽ വണ്ടി ഒഴിയൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മൈലേജ് ഒരു 12 to 15 ഉള്ളിലായിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. ഡ്രൈവിംഗ് കംഫർട്ട് വളരെ കംഫർട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ബലേനോ CVT ഗിയർ ബോക്സ് ബലേനോ 2019 എത്ര ഓടി? ഇത് 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുണ്ട്. ഓക്കെ. വലിയ ഓട്ടോ അല്ല, കുറവാണ്. നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടി RSAയും കൊടുക്കാൻ കിട്ടും. ഓക്കെ. പറഞ്ഞോളൂ, എത്ര വില നമ്മൾ ചോദിക്കുന്നത്? ആസ്കിങ് 780 ആണ്. ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് 10 സംതിങ് വില ഉണ്ടായിരുന്നു. ഇപ്പം 12 രൂപ റേഞ്ചിൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിന് ഇപ്പോഴത്തെ വണ്ടിക്കാണ്. ഇറങ്ങുമ്പോൾ 10 സംതിങ് ഉണ്ട്. നമ്മുടെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 7,80,000 ആണ് ചോദിക്കുന്നത്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ മാത്രം ഓടി. 2019 മോഡൽ ബലേനോ ആണ്, ആൽഫ, ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ. ഒരു 680 7 lakhs നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. നമുക്ക് 7 lakhs എടുത്ത് കൊല്ലം ചെയ്യാൻ പറ്റും. പഴയ ഐട്ടനാണ്. KL 22 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഐട്ടൻ. 2014 മോഡൽ. 14 മോഡൽ ബേസ് സിംഗിൾ ഓണർഷിപ്പിൽ ലോ കിലോമീറ്റർ ഓടി ഉണ്ട് കേട്ടോ. 14 ലാസ്റ്റ് പിന്നെ ഗ്രാൻഡിലേക്ക് മാറി. മാഗ്നിയാണ് പേരുണ്ട്. ഓട്ടോ എത്ര പറഞ്ഞത്? 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 30,000. ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ഇൻഫോർ പാർക്ക് വർക്ക് ചെയ്ത ആളെ പേരിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ജെന്യൂനാണ്. മാഗ്നിയാണ് വരുന്നത്. 4 door വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, അഡീഷണൽ ആയിട്ട് ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ബമ്പർ ടച്ചിങ് ഒക്കെ ഉണ്ട്. ബമ്പർ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും പെയിന്റ് ചെയ്യാനുണ്ട്. പുതിയ സ്റ്റോക്കാണ് വണ്ടി വന്നത്. അതെങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കും? ഓക്കെ. വണ്ടി മൊത്തത്തിൽ നല്ല റേറ്റ് ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? മാഗ്ന. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 door വിൻഡോ കാര്യങ്ങൾ, സീലും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടും നല്ല ടയേഴ്സ് ആണ്, പുറകിലും നല്ല ടയേഴ്സ് ആണ്. ഒരു 80% ഉണ്ട്. 1.1 നമുക്ക് കുറച്ച് കാലം കൊണ്ടുനടക്കാൻ പറ്റിയ എഞ്ചിൻ CC കൂടിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ അൾട്ടോ ഒക്കെ എടുക്കുന്നതിനെക്കാട്ടും ഒന്നൊരു കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. നല്ല പവറാണ്. പിന്നെ അതേപോലെ സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ. ഒരു 3 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ. അൾട്ടോ 800 അങ്ങനത്തെ ഇയോണൊക്കെ നോക്കുന്നവർ അവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. കുറച്ച് മോഡൽ കുറയേ ഉള്ളൂ, പക്ഷേ യാത്രാ കംഫർട്ടും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കും. പക്ഷേ മൈലേജ് ഒരു 12-15 ഉള്ളിലായിട്ട് എടുക്കുന്ന മൈലേജ് ഒന്നും കണക്കാക്കരുത്. 12 to 15 റേഞ്ച്. അതിനകത്ത് പവർ മാറി 800 സിസിയിലേക്ക് വന്ന്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മളെ ചോദ്യം വരുന്നത് 3,15 ആണ്. 3,15,000 2014 ഐട്ടൺ ഗ്രാൻഡ് മാഗ്ന. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. എഞ്ചിൻ ഗിയർ ബോക്സും 1 ഇയർ വാറണ്ടിയും 1 ഇയർ റോഡ് സൈഡ് എക്സ്റ്റൻഡും കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് ഹൈലൈൻ പോളോ പെട്രോൾ ആണ്.
പറഞ്ഞോളൂ. ഹൈലൈൻ തന്നെയല്ലേ, വെറുതെ 2016 മോഡൽ. 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 82,000 കിലോമീറ്റർ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടി. ഹൈലൈൻ മേലെ പ്ലസ് വരും 16 തന്നെ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസുകളും ഉണ്ടാവും. എയർ ബാഗ്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 1.2 പെട്രോൾ എഞ്ചിൻ 1 ഇയർ വാറണ്ടി കൊടുക്കാം കേട്ടോ. 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സും വാറണ്ടി. 82 ആണ് കിലോമീറ്റർ ഓടിയത്. ഹൈലൈൻ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർസ് ഉണ്ട്, 70% ടയർസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബ്രാൻഡ് ഇപ്പം കിട്ടാനില്ല, അതിൻ്റെതായ കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് പോളോയ്ക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പം ഫോർഡ് വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞൂടാ, ഞാൻ കേട്ടിട്ടുണ്ട് പോളോ രണ്ടാമത് തിരിച്ചു വരുന്നു. വട്ടം തന്നെ വരുന്നുണ്ടല്ലേ. ഫോർഡ് കമ്പനി ഓളോ പോയല്ലോ, ഇതിനെ കമ്പനി കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,35,000 ചോദിക്കുന്നത്. 2016 ഹൈലൈൻ 82,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,35,000 ചോദിക്കുന്നത്. നമുക്കൊരു 1 lakh ഒക്കെ IP അടച്ചാൽ വണ്ടി ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 lakh ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ ഇറക്കാം. അതിൽ ഈ പറയുന്ന വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞല്ലോ 10 മുതൽ 25,000 രൂപ വരെ ഡിസ്കൗണ്ട് ഉണ്ട്. കാരണം ഒറ്റയടിക്ക് 25 അത് ഏതാണ് സ്കീം. ഓരോ ചില വണ്ടിക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് ബാർഗനിങ് അങ്ങനെ നോക്കിയിട്ടാണ് സ്കീം കൊടുക്കുക. ഓക്കെ, ടാറ്റ ടിയാഗോ വന്നു. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം, ഓൾഡ് ഷേപ്പാണ്. പറഞ്ഞോളൂ. 2018 മോഡൽ, 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. XM ആണ് വരുന്നത്, അതായത് XE XM. ഓർഡർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ആണ് ഉണ്ടാവുക. സീറ്റ് കവർ ഉണ്ടാവില്ല, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉണ്ടാവില്ല, സെൻട്രൽ ലോക്ക് ഉണ്ടാവില്ല, വീൽ കപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അഡീഷണൽ ചെയ്യുകയാണെങ്കിൽ വീൽ കപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഓഫറിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. CD ഒക്കെ വേണമെങ്കിൽ നമ്മൾ ബാർഗൈനോ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ സംസാരിക്കുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ആക്സറീസാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അത് സംസാരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 4,40. 2018 മോഡൽ, 2 ഇയർ വാറണ്ടി, 1 ഇയർ ഓർഡർ സെൻ എക്സ്റ്റൻഡ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഓക്കെ, അത്രയേ ഉള്ളൂ. ലോൺ എത്ര വരും? ലോൺ നമുക്ക് വേണമെങ്കിൽ ഒരു 4 രൂപയൊക്കെ ചെയ്ത് കൊടുക്കാം. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. 4,40,000 രൂപയ്ക്ക് 2018 XM ടിയാഗോ സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് ടാറ്റ ആൾട്രോസ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ, ഒരു ഗോൾഡൻ കളർ, വെറൈറ്റി കളർ അല്ലേ. ആൾട്രോസിന്റെ ഒരു അന്നത്തെ ഇറങ്ങിയുള്ളൊരു മെയിൻ കളറാണ്. എല്ലാ ഡിസ്പ്ലേയിലും ഈ കളറായിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞോളൂ. 21 മോഡലാണ് കേട്ടോ. 2021 35,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ വണ്ടി, XZ പ്ലസ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എയർ ബാഗ്, പിന്നെ അലോ വീൽസ്, ഓട്ടോമാറ്റിക് AC കൺട്രോൾ, റിവേഴ്സ് ക്യാമറ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ടോപ്പ് വേരിയന്റ് തന്നെ പറയാം. ഡുവൽ ടോൺ ആണുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 33,000. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ആംബിയൻ ലൈറ്റ് ആണ് ഡാഷ്ബോർഡിൽ വരുന്നത്. നൈറ്റിലൊക്കെ നമ്മൾ അതിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 21 വണ്ടി ഇറങ്ങുമ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ വില ഉണ്ട്. ഓക്കെ, നമ്മൾ പാസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,65,000 വരുന്നത്. 7,65,000 രൂപയ്ക്ക് 2021 XZ പ്ലസ് 35,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവൽ വാഹനമാണ്. 1.2 ലിറ്റർ ആണ് വരിക. ഏകദേശം ഒരു 12 മുതൽ 15 വരെയൊക്കെ മൈലേജ് കണ്ടാൽ മതി. അത്രയും കണ്ടാൽ മതി. മെയിൻ സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. ടാറ്റാന്റെ ഒരുവിധ വണ്ടിക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ടിയാഗോ മാത്രമേ 4 സ്റ്റാറിലേ വരുന്നുള്ളൂ. അല്ലല്ല, പുതിയ ടിയാഗോ 5 സ്റ്റാർ, പുതിയ പഴയ ടിയാഗോ മാത്രമേ വരുന്നുള്ളൂ 4 സ്റ്റാറിലേക്ക്. ബാക്കി എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറുമല്ലോ? നമുക്കൊരു 6,50,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 6 വരെ. ഓക്കെ, ഓക്കെ. ഹോണ്ട അമേസ് KL 24 രജിസ്ട്രേഷൻ, 3rd ജനറേഷൻ അമേസ് ആണ്. പറഞ്ഞോളൂ. അതായത് 2019 വണ്ടിയാണ്. തൊട്ട് മുന്നേറ്റുള്ള സാധനമാണ്. ഷേപ്പ് എന്ന് വെച്ചാൽ വലിയ മാറ്റമൊന്നുമില്ല, ഗ്രില്ലിലുള്ള മാറ്റമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിനാണ്. ഓട്ടം പോയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. വേരിയന്റ് വരുന്ന S ആട്ടോ. എസ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. തന്നെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. വരും. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, എയർ ബാഗും, സ്റ്റിയറിംഗ് കൺട്രോളും, മിറർ കൺട്രോളും എല്ലാം വരും. പിന്നെ ഹോണ്ടന്റെ വണ്ടി അതിനെ കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ്, സർവീസ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ കിടന്ന് ഓടിക്കോളും. വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. വേറെ മെയിൻ്റെനൻസോ മറ്റു ചില പണികളോ മെക്കാനിക്കൽ പണികളോ ഒന്നും വരത്തില്ല. അങ്ങനെ ഓടിക്കണം. പിന്നെ പെട്രോൾ എഞ്ചിനാണെങ്കിൽ പിന്നെ തീരെ പിന്നെ നോക്കാനില്ല. മെയിനായിട്ട് കാരണം ഈ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ, അങ്ങനത്തെ സസ്പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. സസ്പെൻഷൻ നോക്കണം. വരൂല, അങ്ങനെ വരില്ല. പക്ഷെ നിർത്തിയിട്ടത് വണ്ടി നിർത്തിയിട്ടാൽ ഏത് വണ്ടിയാലും സസ്പെൻഷൻ പണി കിട്ടും. അധികം നിർത്തിയിടാൻ പാടില്ല, ഓടണം. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,85,000 ആണ്. 2019 SMT അല്ലേ? 6,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഒരു 13 മുതൽ 16 വരെ മാക്സിമം മൈലേജ്. ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒരു 15 വരെയൊക്കെ കമ്പനി പറയും. ഡൈവിടെക് എഞ്ചിൻ ആയതുകൊണ്ട് 15 ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ നോക്കി ഓടിച്ചാൽ 17 വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി.
ഒരു പറഞ്ഞത് ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ അത് പറഞ്ഞാൽ നോക്കുക. അത്യാവശ്യം നോക്കിയാൽ 16 വരെ മാക്സിമം. ഓക്കെ ഓക്കെ. അത്രയേ ഉള്ളൂ. ലോണ് നമുക്ക് 1 lakhന്റെ ചോടെ കൈപ്പിൻ്റെ ഇറക്കി കൊടുക്കാം. 80 രൂപ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. അടുത്തൊരു ഫുൾ ഓപ്ഷൻ ഹോണ്ട സിറ്റി വന്നിരിക്കുകയാണ്. KL 7 എറണാകുളം രജിസ്ട്രേഷനാണ്. പറഞ്ഞോളൂ. 2018 മോഡൽ VX ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോ. ഓക്കെ. ഈ സിറ്റികളിലെല്ലാത്തിലും ഡോക്ടേഴ്സിൻ്റെ നമ്മളങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ അല്ല, ഞാൻ അങ്ങനെ അറിയല്ല. കാരണം അത് ഈ ഒരു കാരണം എന്താ പറഞ്ഞാൽ ഒരു പ്രീമിയം കാറ്റഗറി ലെവലിലേക്ക് ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് ഈ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ കേപ്പബിൾ ഉള്ള ആളുകളെ ഈ സ്ഥാനത്തിലേക്ക് പോകുള്ളൂ. പിന്നെ പെട്രോൾ എഞ്ചിനാണ്. ഒരു 10 to 15 മാനുവൽ ആയതിനെ കൊണ്ട് മൈലേജ് എക്സ്പെക്ട് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അന്ന് ഇറങ്ങിയ ഫുൾ വിത്ത് സൺറൂഫ് വരെ ഉണ്ടാവും. സൺറൂഫാണ്. VX ആണ് ഏറ്റവും ടോപ്പനാണ്. 2018 മോഡൽ 55,000. നോർമൽ ഓട്ടോ ആണ്. പെട്രോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. നമുക്ക് 2 കൊല്ലം വാറണ്ടി കൊടുക്കാൻ പറ്റും. 1 year റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഹോണ്ടൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് എനിക്ക് മിക്കവാറും തോന്നുന്നത് 10 വർഷത്തേക്കൊക്കെ ഉള്ള വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാറണ്ടി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മളെ വാറണ്ടി എന്തായാലും കൊടുക്കാം. വേറെ സിറ്റികളുണ്ടല്ലോ അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. 3-4 സിറ്റിയിൽ എല്ലാത്തിലും ഡോക്ടേഴ്സിന്റെ നമ്മളെ കാണുന്നുണ്ട്. അവിടെ ഇവിടെ കാണുന്നുണ്ട്. വണ്ടി ഇവിടെ ഉണ്ട്. അതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ എത്രയാ? 935 നമ്മൾ ചോദിക്കുന്നത്. 2018 55,000 കിലോമീറ്റർ ഓടിയ VX ഏറ്റവും ടോപ്പിൻ്റെ വാഹനം 9,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 8-8.5 ലോൺ വരും. 8 രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം 5 ഇയറിലേക്ക് കഴിഞ്ഞിട്ടാണ് ഓവറുണ്ടാകും. ഓക്കെ. ഓക്കെ. അത്രയേ ഉള്ളൂ. പെട്രോൾ എഞ്ചിനാണ്. മൈലേജ് ഒരു അമേസിൽ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 13-15 ആ റേഞ്ച്. ഓക്കെ. നല്ലൊരു റെഡ് സ്വിഫ്റ്റ് വന്നിരിക്കുകയാണ്. KL 1 രജിസ്ട്രേഷനാണ്. തിരുവനന്തപുരം. 2016 മോഡൽ VXi. ഓക്കെ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. നോർമൽ ഓട്ടം കുറവാണ്. 16 വയസ്സിൽ വളരെ കുറവാണ്. 1 year വാറണ്ടി കൊടുക്കാൻ പറ്റും. 1 year RS കൊടുക്കാൻ പറ്റും. ഇത് സ്പെഷ്യൽ റേറ്റ് ആട്ടോ. ഈ മാസത്തെ ചില വണ്ടികൾക്ക് നമ്മൾ മന്ത് ലാസ്റ്റിന് കിട്ടുന്നത് 5,15 നമ്മൾ ചോദിച്ചത്. 4,90 നെറ്റ് റേറ്റ് ആട്ടോ അത് വരുന്നത്. 4,90,000 നെറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു 2016 VXi സ്വിഫ്റ്റ് ഓൾഡ് ഷേപ്പാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പിന്നെ ആൻഡ്രോയിഡിന്റെ സീരിയോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ക്യാമറ അല്ല, സീരിയോ മറ്റേ ആൻഡ്രോയിഡിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിത്ത് സെൻസർ, മറന്നു വേണ്ട. 4,90 2016 VXi വെറും 40,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 1 year വാറണ്ടി. 1 year വാറണ്ടി ഉണ്ട്. ഒന്നും നോക്കാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ലോൺ വരും. ഒരു 40 ആ റേഞ്ചിലൊക്കെ വരെ കയറും. മാക്സിമം കയറുന്നുണ്ട്. 10-50,000 കണ്ട് ഇറക്കാം. 50,000 ഇറക്കാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഒരു ക്വിഡിൽ നമുക്ക് അവസാനിപ്പിക്കാം. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനുള്ള റിനോ ക്വിഡ് ആണ്. 800cc 1000cc. 800cc. വണ്ടി ഫേസ് ലിഫ്റ്റിലേക്ക് വന്ന ടൈമിലുള്ള വണ്ടിയാണ്. 2020 ന്യൂ ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത്. ഓക്കെ. സിംഗിൾ എയർ ബാഗ് ഉണ്ടോ, 2 door പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ഉണ്ടോ. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് കേട്ടോ. RXL വരുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 46,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. മോഡൽ 2020 നവംബറാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി. 2 കൊല്ലം വാറണ്ടി. 1 year റോഡ് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ. നമുക്ക് നെറ്റ് റേറ്റ് 3,45 കൊടുക്കും കേട്ടോ. 2020 ന്യൂ മോഡൽ 2020 3,45,000 രൂപയ്ക്ക് RXL ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 800cc ആണ്. ഒരു 18-20 റേഞ്ച് എന്തായാലും മൈലേജ് ഉണ്ടാവും. വിത്ത് 2 year വാറണ്ടി. ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത നല്ല ടയർസ് ഉണ്ട്. 40 ഓടിയ ടയർ തന്നെയാണ്. പക്ഷേ 40 ഓടിയ ടയർ അത് പക്ഷെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ അത്യാവശ്യം 60% ടയർ ഉണ്ടാവും. ശരി. ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാൻഡ് മാറി ഇട്ടാന്ന്. പിന്നെ അല്ലല്ലോ. ഓക്കെ. അപ്പോൾ ഓടിയ ടയർ തന്നെ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോഴും നല്ല നീറ്റായിട്ട് ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. ഓക്കെ. ക്ലെയിം ഒന്നുമില്ല. 2 വർഷം വാറണ്ടി. RS എല്ലാം ഉണ്ടാവും. 3 lakhs ലോൺ കിട്ടും. 3 lakh വരെ നമുക്ക് ഡ്രൈവ് കൊടുക്കാം. 2.25 എന്തായാലും കിട്ടുമായിരിക്കും. 2.25 മോൾ കൊടുക്കാം. 2.80-85 വരെ കൊടുക്കാം. ഓക്കെ. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു കുട്ടി വാഹനമാണ്. അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്റ്റോക്ക് നമ്മൾ ഏതായാലും ഇത്രയേ ഉള്ളൂ അല്ലേ. വീണ്ടും പുതിയ വീഡിയോ ചെയ്യാം. അപ്പോൾ മറന്നു വേണ്ട. നിങ്ങൾ ഓഫർ 10,000 മുതൽ 25,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഓരോ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫെബ്രുവരി 5-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ മറന്നു വേണ്ട. പെട്ടെന്ന് തന്നെ നിങ്ങൾ വന്നോളൂ അല്ലേ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് വരട്ടെ, ഷെയർസ് പോട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. വൈശാഖ്. ഓക്കെ. ബൈ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.